ഏത് ശിലായുഗത്തിലാണ് മനുഷ്യൻ തീയുടെ ഉപയോഗം കണ്ടെത്തിയത്? എ. പ്രാചീന ശിലായുഗം, ബി. നവീന ശിലായുഗം, സി. മധ്യശിലായുഗം, ഡി. ഇവയൊന്നുമല്ല. ഏത് ശിലായുഗത്തിലാണ് മനുഷ്യൻ തീയുടെ ഉപയോഗം കണ്ടെത്തിയത്? ഉത്തരം ബി. നവീന ശിലായുഗം. ഏത് ശിലായുഗത്തിലാണ് മനുഷ്യൻ തീയുടെ ഉപയോഗം കണ്ടെത്തിയത്? നവീന ശിലായുഗത്തിലാണ് മനുഷ്യൻ തീയുടെ ഉപയോഗം കണ്ടെത്തിയത്. അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? എ. സഹോദരൻ അയ്യപ്പൻ, ബി. കുമാരനാശാൻ, സി. സ്വാമി വിവേകാനന്ദൻ, ഡി. വി. ടി. ഭട്ടതിരിപ്പാട്. അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? ഉത്തരം സി. സ്വാമി വിവേകാനന്ദൻ. സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന ലോഹം ഏത്? എ. ചെമ്പ്, ബി. വെങ്കലം, സി. ഇരുമ്പ്, ഡി. അലുമിനിയം. സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന ലോഹം ഏത്? ഉത്തരം സി. ഇരുമ്പ്. സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന ലോഹം ഇരുമ്പാണ്. ഭാരതത്തിലെ ഏതു ഭാഷയാണ് ക്ലാസിക് ഭാഷയ്ക്ക് ഉത്തമ നിദർശനമായി പരിഗണിക്കപ്പെടുന്നത്? എ. സംസ്കൃതം, ബി. തമിഴ്, സി. അറബി, ഡി. തെലുങ്ക്. ഭാരതത്തിലെ ഏതു ഭാഷയാണ് ക്ലാസിക് ഭാഷയ്ക്ക് ഉത്തമ നിദർശനമായി പരിഗണിക്കപ്പെടുന്നത്? ഉത്തരം എ. സംസ്കൃതം. ഭാരതത്തിലെ ഏതു ഭാഷയാണ് ക്ലാസിക് ഭാഷയ്ക്ക് ഉത്തമ നിദർശനമായി പരിഗണിക്കപ്പെടുന്നത്? സംസ്കൃതം. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത്? എ. ഗംഗ, ബി. ഭാരത്, സി. മൈത്രി, ഡി. ഇവയൊന്നുമല്ല. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത്? ഉത്തരം സി. മൈത്രി. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം മൈത്രി. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ്? എ. ചൈന, ബി. ജപ്പാൻ, സി. ഇന്ത്യ, ഡി. നൈജീരിയ. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ്? ഉത്തരം എ. ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ്? ചൈനയിലാണ്. ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെ ആണ് ബാധിക്കുന്നത്? എ. കണ്ണ്, ബി. ഹൃദയം, സി. ശ്വാസകോശം, ഡി. കരൾ. ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം ഡി. കരൾ. ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച ആദ്യ മനുഷ്യ അവയവം ഏത്? എ. വൃക്ക, ബി. കരൾ, സി. ഹൃദയം, ഡി. കോർണിയ. ഉത്തരം എ. വൃക്ക.